ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ഗോപാൽ, തെക്കൻ കേരളത്തിലെ പ്രഖ്യാപനം അവിടെ പാളയം പള്ളിയിൽ നിന്നാണ് ഉണ്ടാവാറ്. ഗോപാൽ അവിടെയാണുള്ളത്. അപ്പോൾ പാളയം ഇമാമൊക്കെ ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ മാസപ്പിറ എവിടെയെങ്കിലും ദൃശ്യമായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ പാളയത്ത് നിൽക്കുമ്പോൾ എന്തെല്ലാം വിവരങ്ങൾ നൽകാനുണ്ട്? തെക്കൻ കേരളത്തിലെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകുന്നത് പാളയം പള്ളിയിലാണ്. പള്ളിയിൽ ഇപ്പോൾ മദ്രിബ് നമസ്കാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പാളയം ഇമാം വി.പി. സുലൈമാൻ മൗലവിയുടെ നേതൃത്വത്തിലുള്ള വിവിധ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവിടെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും നൽകാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇതേ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മറ്റ് ബ്യൂറോകളിൽ നിന്നും റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പിറ കാണും എന്നത് തന്നെയാണ് തിരുവനന്തപുരത്തും ഏറെക്കുറെ പ്രതീക്ഷയായി മുന്നിലുള്ളത്. പിറ കണ്ടില്ലെങ്കിൽ മറ്റന്നാൾ വൃദ്ധാരംഭം എന്നതാണ് നിലവിലെ ഒരു ആലോചന. അത്തരത്തിൽ ഔദ്യോഗികമായ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നമസ്കാരങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. റമദാൻ മാസം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ, ഏറെ പ്രധാനപ്പെട്ട, ഏറെ വിശുദ്ധമായ മാസമാണ്. ഹിജ്റ വർഷത്തിലെ 9ാം മാസമായ റമദാൻ മാസത്തിൽ ആത്മസമർപ്പണവും ത്യാഗവും മുഖമുദ്രയാക്കിയ ജീവിത ദിനചര്യകളായിരിക്കും. ശരി ഗോപാൽ, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പാളയം ഇമാമിന്റെ